നമസ്കാരം, ഇൻഫോടെക്കിലേക്ക് സ്വാഗതം. PM കിസാൻ സമ്മാൻ നിധിയുടെ 20ാം ഗഡു കർഷകർക്ക് വിതരണം ചെയ്തു. വാരണാസിയിൽ നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുക കൈമാറിയതായി പ്രഖ്യാപിച്ചു. 2200 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളുടെ ശിലാസ്ഥാപനവും ഉദ്ഘാടനവും ചടങ്ങിൽ പ്രധാനമന്ത്രി നിർവഹിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം വാരണാസിയിലേക്കുള്ള തന്റെ ആദ്യ സന്ദർശനമാണിതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഏപ്രിൽ 22-ന് പഹൽഗാമിലെ പെൺമക്കളുടെ സിന്ദൂരം മായ്ച്ചതിന് പ്രതികാരം ചെയ്യുമെന്നും താൻ നൽകിയ വാഗ്ദാനം നിറവേറ്റി. മഹാദേവന്റെ അനുഗ്രഹത്താലാണ് ഇത് സാധ്യമായതെന്നും ഓപ്പറേഷൻ സിന്ദൂരിന്റെ വിജയം മഹാദേവന്റെ കാൽക്കൽ സമർപ്പിക്കുന്നുവെന്നും മോദി പറഞ്ഞു. കർഷകരുടെ അഭിവൃദ്ധിക്കായി കേന്ദ്ര സർക്കാർ നിരന്തരം പ്രവർത്തിക്കുന്നു. 2019-ൽ PM കിസാൻ സമ്മാൻ നിധി ആരംഭിച്ചപ്പോൾ ചില പ്രധാന പ്രതിപക്ഷ കക്ഷികൾ തെറ്റായ പ്രചാരണം നടത്തി. തെരഞ്ഞെടുപ്പിന് ശേഷം പദ്ധതി നിർത്തുമെന്നും ചിലർ പ്രചരിപ്പിച്ചു. കൈമാറ്റം ചെയ്യപ്പെടുന്ന പണം തിരികെ എടുക്കുമെന്നും പറഞ്ഞു. പ്രതിപക്ഷത്തിന്റെ യഥാർത്ഥ സ്വഭാവത്തെയാണ് ഇത് പ്രതിഫലിപ്പിച്ചത്. ഒരു ഗഡു പോലും നിർത്തിയിട്ടില്ല. പദ്ധതി തടസ്സമില്ലാതെ തുടരുകയാണ്. ഇന്നുവരെ കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് 3.75 ലക്ഷം കോടി രൂപ കൈമാറി. കഴിവുകളോ കമ്മീഷനുകളോ ഇല്ലാതെ പണം നേരിട്ട് കർഷകരിൽ എത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. ഇത് സ്ഥിരം സംവിധാനമാണ്. ഇതിൽ ചോർച്ചയുണ്ടാകില്ല. ദരിദ്രരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടില്ല. വിത്ത് മുതൽ വിപണി വരെ കർഷകരോടൊപ്പം ഉറച്ചു നിൽക്കുന്നുവെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. സ്വദേശി പ്രസ്ഥാനം സാധ്യമാക്കാൻ എല്ലാവരും പ്രതിജ്ഞാബദ്ധത എടുക്കണമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. വരാനിരിക്കുന്ന ഉത്സവ സീസണിൽ സ്വദേശി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ അദ്ദേഹം അഭ്യർത്ഥിച്ചു. ഇത് മഹാത്മാഗാന്ധിക്കുള്ള യഥാർത്ഥ ശ്രദ്ധാഞ്ജലിയായിരിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൂട്ടായ പരിശ്രമത്തിലൂടെ മാത്രമേ വികസിത ഭാരതം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിയൂ എന്നും നരേന്ദ്രമോദി വ്യക്തമാക്കി. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉൾപ്പെടെയുള്ള ചടങ്ങിൽ പങ്കെടുത്തു. കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ, ഗവർണർമാർ, മുഖ്യമന്ത്രിമാർ, കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ, മറ്റു വിശിഷ്ട വ്യക്തികൾ എന്നിവർ വീഡിയോ കോൺഫറൻസിംഗ് വഴി പരിപാടിയിൽ പങ്കുചേർന്നു.